പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക സംഖ്യയുടെ പുസ്തകം 5, 6 അധ്യായങ്ങളാണ്. അധ്യായം 5, അശുദ്ധരെ അകറ്റുക. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും മൃതശരീരം തൊട്ട് അശുദ്ധരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക. ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീയായാലും പുരുഷനായാലും പുറത്താക്കണം. ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. നഷ്ടപരിഹാരം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയണം. മുഴുവൻ മുതലും അതിൻ്റെ 1/5 കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചു കൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം. അത് പുരോഹിതനുള്ളതായിരിക്കും. അതിനുവേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമേയാണിത്. ഇസ്രായേൽ ജനം പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും. ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും. പുരോഹിതനെ ഏൽപ്പിക്കുന്നതെന്തും അവനുള്ളതാണ്. ഭാര്യയെ സംശയിച്ചാൽ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഒരാളുടെ ഭാര്യ വഴിപിഴച്ച് അവിശ്വസ്തയായി പ്രവർത്തിക്കുകയും അന്യപുരുഷൻ അവളോടൊത്ത് ശയിക്കുകയും അത് ഭർത്താവിന്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കുകയും അവൾ അശുദ്ധയെങ്കിലും പ്രവൃത്തി മധ്യേ പിടിക്കപ്പെടാത്തതിനാൽ എതിർസാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തെന്നു വരാം. ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധയായ ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധയല്ലെങ്കിലും അസൂയ പൂണ്ട് സംശയിക്കുകയോ ചെയ്തെന്നു വരാം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കണം. അവൾക്ക് വേണ്ടി കാഴ്ചയായി 1/10 ഏഫ ബാർലി മാവും കൊണ്ടുവരണം. അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ കുന്തിരിക്കം ഇടുകയോ അരുത്. കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യബലിയാണ്, സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി. പുരോഹിതൻ അവളെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തണം. ഒരു വൻപാത്രത്തിൽ വിശുദ്ധ ജലം എടുത്ത് കൂടാരത്തിന്റെ തറയിൽ നിന്ന് കുറച്ച് പൊടി അതിലിടണം. പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിന്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാര ശങ്കയുടെ ധാന്യബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വയ്ക്കണം. ശാപം വരുത്തുന്ന കയ്പുനീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം. അനന്തരം അവളെ കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം, ഭർത്താവിന് അധീനയായിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കയ്പുനീര് നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ. എന്നാൽ നീ ഭർത്താവിന്റെ കീഴിലായിരിക്കെ ദുശ്ചരിതയായി നിന്നെ തന്നെ അശുദ്ധയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അര ശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവും ശാപജ്ഞാപകവും ആക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം. ശാപം വരുത്തുന്ന ഈ ജലം
നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്നു പറയണം. പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ് വെള്ളത്തിലേക്ക് കഴുകിക്കളയണം. ശാപം വമിക്കുന്ന ആ കയ്പുനീര് അവളെ കുടിപ്പിക്കണം. അത് ഉള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാര ശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാജനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടി എടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെ കൊണ്ട് കയ്പുനീർ കുടിപ്പിക്കുകയും വേണം. അവൾ അശുദ്ധയായി ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളിൽ കടന്ന് കടുത്ത വേദനയുളവാക്കുകയും മഹോദരം വന്ന് അര ശോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ മലിന വസ്തുവായി തീരുകയും ചെയ്യും. എന്നാൽ അശുദ്ധയാകാതെ നിർമ്മലയാണ് എങ്കിൽ അവൾക്ക് ശാപം ഏൽക്കുകയില്ല, വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല. പാതിവൃത്യ ശങ്കയുണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത്. ഭർത്താവിന് അധീനയായിരിക്കെ ഭാര്യ വഴിപിഴച്ച് സ്വയം അശുദ്ധയാകുകയോ ഭർത്താവ് ശങ്കാധീനനായി ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിന്റെ മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം. പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും. സ്ത്രീ തന്റെ അകൃത്യത്തിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. അധ്യായം 6. നാസിർ വ്രതം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, കർത്താവിന് സ്വയം സമർപ്പിക്കുന്നതിന് നാസിർ വ്രതമെടുക്കുന്നയാൾ സ്ത്രീയായാലും പുരുഷനായാലും ഇപ്രകാരം ചെയ്യണം. വീഞ്ഞും ശക്തിയുള്ള ലഹരി പാനീയങ്ങളും വർജിക്കണം. അവയിൽ നിന്നുണ്ടാക്കിയ വിനാഗിരി കുടിക്കരുത്. മുന്തിരിയിൽ നിന്നുണ്ടാക്കിയ ഏതെങ്കിലും പാനീയം കുടിക്കുകയോ പഴുത്തതോ ഉണങ്ങിയതോ ആയ മുന്തിരിങ്ങ തിന്നുകയോ അരുത്. വ്രതകാലം മുഴുവൻ മുന്തിരിയിൽ നിന്നുള്ള ഒന്നും കുരുവോ തൊലി പോലുമോ തിന്നരുത്. ക്ഷൗരക്കത്തി വ്രതകാലത്ത് അവന്റെ തലയിൽ സ്പർശിക്കരുത്. കർത്താവിന്റെ മുൻപിൽ വ്രതമനുഷ്ഠിക്കുന്ന കാലം അത്രയും വിശുദ്ധി പാലിക്കണം. മുടി വളർത്തണം. വ്രതകാലം തീരുവോളം ശവശരീരത്തെ സമീപിക്കരുത്. പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിച്ചാൽ പോലും അവരെ സ്പർശിച്ച് അവൻ സ്വയം അശുദ്ധനാകരുത്. എന്തെന്നാൽ ദൈവത്തിന്റെ മുമ്പിലെടുത്ത വ്രതത്തിന്റെ ചിഹ്നം അവന്റെ ശിരസിലുണ്ട്. വ്രതകാലം മുഴുവൻ അവൻ കർത്താവിന് വിശുദ്ധനാണ്. ആരെങ്കിലും അവന്റെ അടുത്ത് വെച്ച് പെട്ടെന്ന് മരിച്ചതുകൊണ്ട് അവന്റെ വ്രതശുദ്ധമായ ശിരസ് അശുദ്ധമായാൽ ശുദ്ധീകരണ ദിനത്തിൽ അവൻ മുണ്ഡനം ചെയ്യണം. 7-ാം ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത്. 8-ാം ദിവസം 2 ചെങ്ങാലികളെയോ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതന്റെ അടുത്ത് സമാഗമ കൂടാരവാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അവയിൽ ഒന്നിനെ പാപപരിഹാര ബലിയും മറ്റേതിനെ ദഹനബലിയായും അർപ്പിച്ച് മൃതശരീരം മൂലം ഉണ്ടായ അശുദ്ധിക്ക് പരിഹാരം ചെയ്യണം. അന്ന് തന്നെ അവൻ തന്റെ ശിരസ് വീണ്ടും പ്രതിഷ്ഠിക്കുകയും വേണം. വ്രതകാലം മുഴുവൻ തന്നെ കർത്താവിന് പ്രതിഷ്ഠിക്കണം. അതോടൊപ്പം 1 വയസ്സുള്ള ചെമ്മരിയാട്ടിൻമുട്ടനെ പ്രായശ്ചിത്ത ബലിയായി അർപ്പിക്കണം. അശുദ്ധമായി പോയതുകൊണ്ട് മുൻ ദിവസങ്ങളിൽ അനുഷ്ഠിച്ച വ്രതം വ്യർത്ഥമായിരിക്കും. നാസീർ വ്രതം മുഴുമിച്ചവരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്. സമാഗമ കൂടാരവാതിൽക്കൽ അവനെ കൊണ്ടുവരണം. അവൻ 1 വയസ്സുള്ള ഊനമറ്റ ചെമ്മരിയാട്ടിൻമുട്ടനെ ദഹനബലിയായും 1 വയസ്സുള്ള ഊനമറ്റ പെണ്ണാടിനെ പാപപരിഹാര ബലിയായും ഊനമറ്റ ഒരു മുട്ടാടിനെ സമാധാന ബലിയായും കർത്താവിന് സമർപ്പിക്കണം. പുളിപ്പില്ലാത്ത 1 കുട്ട അപ്പം, നേർത്ത മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ,
എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്ത അപ്പം, അവയ്ക്ക് ചേർന്ന ധാന്യബലി, പാനീയബലി എന്നിവയും കർത്താവിന് കാഴ്ചവെക്കണം. പുരോഹിതൻ അവയെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വൃദ്ധസ്ഥനുള്ള പാപപരിഹാര ബലിയും ദഹനബലിയുമായി സമർപ്പിക്കണം. മുട്ടാടിനെ കുട്ടയിലെ പുളിപ്പില്ലാത്ത അപ്പത്തോടൊന്നിച്ച് സമാധാന ബലിയായി കർത്താവിന് സമർപ്പിക്കണം. ഭോജന ബലിയും പാനീയ ബലിയും അർപ്പിക്കണം. നാസിർ വൃദ്ധസ്ഥൻ വ്രതശുദ്ധമായ ശിരസ് സമാഗമ കൂടാര വാതിൽക്കൽ വെച്ച് മുണ്ടനം ചെയ്ത് അതിൽ നിന്ന് മുടിയെടുത്ത് സമാധാന ബലിയുടെ തീയിൽ അർപ്പിക്കണം. അത് കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിന്റെ വേവിച്ച കൈക്കുറകും കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരടയും നേർത്ത അപ്പവും എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കണം. പുരോഹിതൻ അവയെ കർത്താവിന് നീരാജനമായി അർപ്പിക്കണം. അവയും നീരാജനം ചെയ്ത നെഞ്ചും അർപ്പിച്ച കാൽക്കുറകും പുരോഹിതനുള്ള വിശുദ്ധമായ പങ്കാണ്. ഇവയ്ക്ക് ശേഷം നാസീർ വൃദ്ധസ്ഥന് വീഞ്ഞു കുടിക്കാം. ഇതാണ് നാസീർ വൃദ്ധസ്ഥൻ അനുഷ്ഠിക്കേണ്ട നിയമം. തന്റെ കഴിവനുസരിച്ച് നൽകുന്നതിനു പുറമെ നാസീർ വ്രതത്തിന്റെ നിയമപ്രകാരമുള്ള കാഴ്ചകളും അവൻ കർത്താവിന് സമർപ്പിക്കണം. താൻ എടുത്തിരിക്കുന്ന നാസീർ വ്രതത്തിന്റെ നിയമങ്ങൾ അവൻ നിറവേറ്റണം. പുരോഹിതന്റെ ആശീർവാദം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അഹ്റോനോടും പുത്രന്മാരോടും പറയുക, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇപ്രകാരം അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം ഉറപ്പിക്കട്ടെ. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും.